ഹലോ കോവേ റാണി, ഞാൻ ഒരു കാര്യം പറയട്ടെ. കോവേ റാണിയല്ല, കോവേ റാണി തന്നെ എന്റെ പേര് മാറ്റണ്ടേ? പറ. കോവേ റാണി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ ഗാനമേളയ്ക്ക് നീ നോക്കി പാടിയാ മതി. ഞാൻ നോക്കി പാടത്തില്ല. ഞാൻ എപ്പ തെറ്റിച്ച്? നീ ആദ്യം പാടുന്ന പാട്ട് ഏതാണ് സാധാരണ? മറ്റേ പിന്നെ ഓർമ്മയിലൊരു ശിശിരം. ഓർമ്മയിൽ ഒരു ശിശിര. ഇപ്പൊ കറക്റ്റ് ആണ്. ഇപ്പോൾ പാടുമ്പോ എങ്ങനെയാണെന്നറിയോ? ഓർമ്മയിൽ ഒരു സുഷിരം എന്നാണ് നീ പാടി. നിങ്ങളും അത്ര മോശമൊന്നുമല്ല. നിങ്ങൾ കഴിഞ്ഞ സ്റ്റേയിൽ എന്തോ പാടിയത്? ഞാൻ എന്താ പാടി? കുട്ടനാടൻ പൂജയിലെ കൊച്ചു പെണ്ണെ കുഴിയാളെ പുട്ടു വേണം, പഴം വേണം, പയറും വേണം. അങ്ങനെ നീ പാടിയത്? എന്റെ ചുക്ക് പോയി. ഞാൻ അങ്ങനെ പാടിയാൽ എന്താണ് തെറ്റ്? ആ പരിപാടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് പുട്ടും പഴവും പയറും കിട്ടിയായിരുന്നോ? അത് കിട്ടി. അത് ഞാൻ അങ്ങനെ പാടിയതുകൊണ്ടാ കിട്ടിയത്. അങ്ങനെ പാടണത് പാടിക്കൊണ്ടിരുന്നപ്പോ ആ ബോക്സിന്റെ സൈഡിൽ നിന്നിട്ട് കമന്റുകാര് കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പുട്ടു വേണം, പഴം വേണം, പയറും വേണം. ഞാനൊരു കാര്യം പറയട്ടെ. ഇനി തൊട്ട് നമുക്ക് ഈ കരൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഓർക്കസ്ട്ര ആക്കിയാല. ഞാൻ ട്രാക്ക് ഇട്ട് പാടും. ട്രാക്കാണ് സേഫ്. ട്രാക്കിനേക്കാൾ നല്ലത് ലൈവ് ആണെന്ന്. ഓർക്കസ്ട്ര ആകുമ്പോൾ ഒരു സുഖമുണ്ട്. എന്റെ ഉണ്ണി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഗാനമേള അഥവാ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഓർക്കസ്ട്ര ഗാനമേളയാണ്. ഇതെല്ലാം വാരി വലിച്ചുകൊണ്ട് വേണം ഓടാൻ. ഗിറ്റാർ എടുത്തോണ്ട് ഓടുവാന്ന് വിചാരിക്കുക. ഈ കേബിളിൽ പിടിച്ച് വലിച്ചാൽ അവൻ ഇവിടെ തന്നെ വരും തിരിച്ച്. നേരെ മറിച്ച് ട്രാക്ക് ഗാനമേളയാണെങ്കിൽ ഞാൻ പാടുന്നു, പരിപാടി പൊളിയുന്നു, ഞാൻ ഓടുന്ന ട്രാക്കിൽ നിങ്ങളും അങ്ങ് വന്നാൽ മതി. രക്ഷപ്പെട്ടില്ലേ? അപകടം വിളിച്ചു വരുത്താതെ.